കൊച്ചിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. വിവിധ രാഷ്ട്രീയ പാർട്ടികളും ജനകീയ സമിതികളും ഇന്നും പ്രതിഷേധവുമായി രംഗത്തെത്തും. വിഷയത്തിൽ DCC നടത്തിയ നഗരസഭാ മാർച്ചിൽ സംഘർഷമുണ്ടായി. വാഴക്കാലയിൽ പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. കൊച്ചിയിലെ വിവിധയിടങ്ങളിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. രാഷ്ട്രീയ കക്ഷികളും ജനകീയ സമരസമിതികളുടെയും നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധങ്ങൾ പലയിടത്തും നേരിയ സംഘർഷത്തിലേക്ക് എത്തി. വിഷയത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി. സമരത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷനുള്ളിലേക്ക് ചാടിക്കയറിയത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നിനും തള്ളിനും ഇടയാക്കി. വെള്ളക്കെട്ട് പ്രശ്നത്തിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലും കോർപ്പറേഷന് മുന്നിൽ ധർണ നടന്നു. അതേസമയം വെള്ളക്കെട്ടുള്ള തൃക്കാക്കര വാഴക്കാലായിൽ ജനങ്ങൾ റോഡ് ഉപരോധിച്ചു. ഉമാ തോമസ് MLA, CPIM ഏരിയ സെക്രട്ടറി AG ഉദയകുമാർ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രതിഷേധത്തെ തുടർന്ന് കിലോമീറ്ററുകളോളം ഗതാഗതക്കുരുക്കുണ്ടായി. പോലീസ് എത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഒടുവിൽ KMRL പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. വിഷയത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.